ഈ സാമ്പാർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കറി മാത്രമല്ല. ഇറ്റ് ഈസ് എ മിക്സ് ഓഫ് ദ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി, കച്ചവടങ്ങളുടെ, അഗ്രികൾച്ചറിന്റെ, ഫുഡ് സയൻസിന്റെ എല്ലാം കൂടെ ഒരു പോട്ടിലിട്ട് മിക്സ് ചെയ്ത ഒരു ഡിഷാണ്. From the South Indian dishes, it is one of the most well balanced and the healthiest dish. So let's unpack the history and origin behind the sambar and the importance of each ingredient in it. സാമ്പാറിന്റെ ഏറ്റവും പോപ്പുലർ ആയ ഒറിജിൻ സ്റ്റോറി ഗോസ് ബാക്ക് ടു തഞ്ചാവൂർ മറാത്ത കോട്ട് ഇൻ ദ 17th century. അവിടുത്തെ ഒരു മറാത്തി റൂളർ ആയിരുന്ന സാംബാജി ഹി മെയ്ഡ് എ ഡിഷ് ബേസ്ഡ് ലെന്റിൽ ബേസ്ഡ് ഡിഷ്, അതായത് പരിപ്പും പുളിയും ഒക്കെ ചേർത്ത് ഒരു ഡിഷ് ഉണ്ടാക്കി. സോ സാമ്പാർ വാസ് നെയിംഡ് ആഫ്റ്റർ ഹിം. ഇൻട്രസ്റ്റിംഗ് റൈറ്റ്? ഈ സ്റ്റോറി സത്യമാണോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, ബട്ട് ദ ഫാക്ട് ഇസ് ദാറ്റ് സൗത്ത് ഇന്ത്യയിൽ സാമ്പാർ ഇവോൾവ് ആയത് ഒരു ഫ്യൂഷൻ ഓഫ് ലെന്റിൽസ്, അതായത് പരിപ്പ് ഫോർ പ്രോട്ടീൻ ആൻഡ് ദ വെജിറ്റബിൾസ് ഫോർ ദ ഫൈബർ. ഇങ്ങനെയാണ് സാമ്പാർ എന്നുള്ളത് ഒരു ഡിഷായി മാറിയത്. ഓരോ റീജിയനിലെയും അഗ്രികൾച്ചറൽ ഡൈവേഴ്സിറ്റി, അതേപോലെ സ്പൈസ് ട്രേഡ് ഹിസ്റ്ററി എല്ലാം അവിടുത്തെ സാമ്പാറിൽ റിഫ്ലക്ട് ചെയ്ത് കാണിക്കാൻ തുടങ്ങി. ആൻഡ് ഓവർ ടൈം തമിഴ്നാട്, കേരള, കർണാടക, ആന്ധ്രാപ്രദേശ് ഇങ്ങനെ ഡിഫറെന്റ് സ്റ്റേറ്റ്സിൽ ഡിഫറെന്റ് വേരിയേഷൻസ് ഓഫ് സാമ്പാർസ് ഉണ്ടായി. ഇനി സാമ്പാറിൽ ഇടുന്ന ഓരോ ഇൻഗ്രീഡിയൻസിനെ പറ്റി നമുക്ക് സംസാരിക്കാം. മെയിൻ ആയിട്ട് പറയാനുള്ളത് കായം എന്നുള്ളതാണ്. കായം ഇസ് ലൈക്ക് ദ ബാക്ക് ബോൺ ഓഫ് സാമ്പാർ. സാമ്പാറിന്റെ മെയിൻ ടേസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആണ് കായം. കായം ഇല്ലെങ്കിൽ സാമ്പാർ ഈസ് ലൈക്ക് ന്യൂട്രൽ, നത്തിങ്. ബട്ട് സാമ്പാർ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ പരിപ്പൊക്കെ ഇടുന്നത് കൊണ്ട് നമുക്ക് ഒരു ഡൈജസ്റ്റീവ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും സാമ്പാർ കഴിക്കുമ്പോൾ. സോ ആസ് എ ഹെൽപ്പ് ഫോർ ഡൈജസ്റ്റീവ് എയ്ഡ് സാമ്പാറിൽ കായം ഇടുന്നു. ആൻഡ് ഓൾസോ നമുക്ക് ഈ വെജിറ്റേറിയൻ ഫുഡ്സിൽ ഒനിയൻ, ഗാർലിക് ഇതൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. സോ ആസ് എ റീപ്ലേസ്മെന്റ് ഫോർ ഇറ്റ്, ഒരു ഉമാമി ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കായം യൂസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ദ പരിപ്പ് ഒരു പ്രോട്ടീൻ സോഴ്സ് ആയിട്ടാണ് സാമ്പാറിൽ യൂസ് ചെയ്യുന്നത്. സാമ്പാറിന് തിക്കായിട്ട് ഇരിക്കാനും ഹെൽപ്പ് ചെയ്യും പരിപ്പ്. ദെൻ കംസ് ദ വെജിറ്റബിൾസ്. വെജിറ്റബിൾസ് മെയിൻ ആയിട്ട് ഫൈബർ കണ്ടന്റിനാണ് യൂസ് ചെയ്യുന്നത്. ഓരോ വെജിറ്റബിൾസിനും അതിൻ്റെതായ ഗുണങ്ങളും ടേസ്റ്റും, എല്ലാത്തിൻ്റെയും ടേസ്റ്റ് എടുത്തറിയാനും പറ്റും സാമ്പാറിൽ. ഈ സാമ്പാർ എന്ന് പറയുന്നത് എ ബ്ലെൻഡ് ഓഫ് 5 ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പുളിക്ക് വേണ്ടി നമ്മൾ ടാമറിൻഡ് അല്ലെങ്കിൽ തക്കാളി ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ദെൻ കംസ് ദ സ്പൈസിന് വേണ്ടി നമ്മൾ ചില്ലി പൗഡർ യൂസ് ചെയ്യാറുണ്ട്. ദെൻ